നൽകും. സയൻസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്. ഗുജറാത്തിലെ കച്ച് മേഖലയിൽ കണ്ടെത്തിയ ലൂണ ഗർത്തത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ട് നാസ 2013 വിക്ഷേപിച്ച ലാൻഡ്സൈറ്റ് 8 എന്ന ഉപഗ്രഹമാണ് ഗർത്തത്തിന്റെ ദൃശ്യങ്ങൾ പകർത്തിയത്. ഉപഗ്രഹത്തിലെ OLI എന്ന ഓപ്പറേഷണൽ ലാൻഡ് ഇമേജർ എന്ന ഉപകരണം പകർത്തിയ ചിത്രങ്ങളാണ് നാസ സമൂഹമാധ്യമമായ എക്സിലൂടെ പുറത്തുവിട്ടത്. കച്ച് മേഖലയിലെ ബന്നി എന്ന പുൽമേടുകൾ നിറഞ്ഞ പ്രദേശത്താണ് നിലവിൽ ഗർത്തം കണ്ടെത്തിയത്. ഗർത്തത്തിന് 1.8 കിലോമീറ്റർ വീതിയും 6 മീറ്റർ ആഴവുമുണ്ട്. ഇത്തരത്തിലുള്ള ഗർത്തങ്ങളെ ഗവേഷകർ ഉൽക്കാഘാത ഗർത്തങ്ങൾ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ധാരാളം ഉൽക്കകൾ ഭൂമിക്ക് ചുറ്റുമായി പോകുന്നുണ്ടെങ്കിലും അവയിൽ പലതും സമുദ്രത്തിലേക്ക് പതിക്കാറാണ് പതിവ്. നാസയുടെ നിരീക്ഷണത്തിൽ ഭൂമിയിൽ ഇത്തരത്തിലുള്ള ആഘാതങ്ങൾ താരതമ്യേന കുറവാണെന്നും അവയിൽ 200-ൽ താഴെ മാത്രമേ സ്ഥിരീകരിക്കാൻ സാധിച്ചിട്ടുള്ളൂ എന്നുമാണ് നാസ പറയുന്നത്. കച്ച് മേഖല ഒരു താഴ്ന്ന പ്രദേശമായതുകൊണ്ട് തന്നെ വർഷത്തിൽ ഭൂരിഭാഗവും ഈ പ്രദേശം വെള്ളത്തിലായിരിക്കും. ലൂണാഗർത്തത്തിൽ മിക്കപ്പോഴും വെള്ളത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് തന്നെ വരണ്ടിരിക്കുന്ന സമയങ്ങളിൽ മാത്രമേ ഗവേഷകർ സാമ്പിളുകൾ ശേഖരിക്കാൻ പോകാറുള്ളൂ. ഗർത്തത്തിലെ അവശിഷ്ടങ്ങൾ പരിശോധിച്ചതിൽ നിന്നും ആഘാതം ഏകദേശം 6900 വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ചതാണെന്നാണ് നാസയുടെ നിഗമനം. സയൻസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്. തൃശൂർ പൂരം പ്രവാസികൾക്കും ഒരു വികാരമാണ്. പൂരത്തിന് തനിമ നഷ്ടപ്പെടാതെ കുവൈറ്റിലെ തൃശൂർ അസോസിയേഷൻ ഓഫ് കുവൈറ്റ് സംഘടനയും തൃശൂർ പൂരം 2024 ആഘോഷിച്ചു. ഏപ്രിൽ 26 വെള്ളിയാഴ്ച